ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ 3 പേരോട് കൂടിയാണ് പോകുന്നത്. പപ്പാനെ വിളിച്ചപ്പോൾ പപ്പായ്ക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ 3 പേരോട് കൂടി ഇതാ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 7 മണി തൊട്ട് ഇവിടെ പരിപാടിയുണ്ട്, പാട്ട് ഡാൻസൊക്കെയാണ്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, LED ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. കാരണം നമ്മളെ ഇങ്ങനെ വീട്ടിൽ നിന്നും വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്കൊന്നും വിടുന്നല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ചാടാൻ പറ്റിയ അവസരം എന്ന് പറയുന്നത് ഇങ്ങനെ പള്ളി പെരുന്നാൾ ഉത്സവമൊക്കെയാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം മുതലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ മമ്മീനെ അനിയനെയൊക്കെ കൂട്ടി ഇതാ വീട്ടിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഞങ്ങൾ 3 റെഡ് കളർ ഡ്രസ്സൊക്കെയാണ്. അത് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഇവിടെ ഇറങ്ങി ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ 3 പേരും ചുമന്ന് നിൽക്കുന്നു. പിന്നെ താൻ ഇങ്ങനെ നടക്കുകയാണ് പള്ളിയിലേക്ക്. ഒരുപാട് ആൾക്കാർ മുമ്പിലും പുറകിലൊക്കെ വരുന്നവർ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്ത് ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. വീഡിയോ എടുക്കുന്നവരൊന്നും അങ്ങനെ ആർക്കും അധികം അറിയില്ല. ചെന്നപ്പോൾ അതാ ചേച്ചിമാരുടെ പാട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ പള്ളിയിലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലുള്ള അംഗങ്ങളാണ്, അവരുടെ പാട്ടൊക്കെയായിരുന്നു. പിന്നെ അതൊക്കെ നിന്ന് കുറേ നേരം ആസ്വദിച്ചു. ഇനിയാണ് മെയിൻ കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത് എന്നാണ് വിളിച്ചു പറഞ്ഞത്. എന്താണെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ആ പള്ളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. ഇരിക്കാനൊന്നും കസേരയൊന്നും ഇല്ലായിരുന്നു. കുറേ നേരം ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിന്നു. കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി കേട്ടോ. പിന്നെ എന്നെ പറ്റിയെന്ന് അറിയാൻ പാടില്ല, അനിയൻ ഈ തവണ വീഡിയോ ഒക്കെ കൂടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മാറ് എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ആളായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു മോളുടെ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ കലാപരിപാടി. ഷാജി പാപ്പൻ എന്ന പാട്ടിനെ കൊല്ലുകയാണ് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ. ഇവരൊക്കെ പള്ളിയിലെ അംഗങ്ങളാണ്, ഓരോ പരിപാടിയിലെ അംഗങ്ങളാണ്. അപ്പോൾ അവർ ഡാൻസ് കളിക്കുകയാണ്. ഓൺ ദ സ്പോട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ശശികല ചാർത്തിയ ആ ഒരു പാട്ടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കയ്യടിയും ചിരിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവർ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ പാട്ടിട്ട് കൊടുത്തു, അവരതനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡാൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കുറേ പാട്ടുകൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇതെന്തോ രാധയോ അങ്ങനെ എന്തൊരു പാട്ടാണ്. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഭയങ്കര ബഹളമായിരുന്നു ഈ ഒരു സമയത്ത്. ചേട്ടന്മാരെന്താണെങ്കിലും പൊളിച്ച് അടുക്കിട്ടോ. പിന്നെ മിഴിയഴക് നിറയും രാധയും അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇവരുടെ തന്നെ പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളത് കണ്ട് ചിരിച്ച് മടുത്ത്. അത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഡാൻസും പരിപാടിയാണ് കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. ഓഡിയൻസിനെ ഫുള്ള് ചിരിപ്പിച്ചിട്ടാണ് ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഈ ഒരു പരിപാടിയോട് കൂടിയാണ് മനസ്സിലായത്. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെ കയറി ഡാൻസ് ഒന്നും കളിച്ചില്ല. ഈ തവണ ഓൺ ദി സ്പോട്ട് പറഞ്ഞത് അവരോട് പോയി ഡാൻസ് കളിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ പള്ളിയുടെ അകത്ത് വെച്ചേക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇപ്പം ഞങ്ങൾ കുറേ നേരം ഇവിടേക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ചൂടാണ്. പക്ഷേ ഈ പള്ളിയുടെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒട്ടും ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഇനി ഒരു വർഷം കൂടി ഇങ്ങനെ കാത്തിരിക്കണമല്ലോ ഒരു പെരുന്നാൾ വരാനുള്ള രീതിയിലാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.